ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. പ്രിയപ്പെട്ട പഠിതാക്കളെ, നമ്മൾ കുറച്ചുകൂടെ ചോദ്യോത്തരങ്ങൾ വായിക്കുകയാണ്. മാഹുവൽ ഇസ്മുൽ കാമിൽ ഇംറുൽ ഖൈസ്. ഇംറുൽ ഖൈസിൻ്റെ പൂർണ്ണമായ പേര് എന്ത്? ജുന്ദഹ് ഇബ്നു ഹുജർ ഇബ്നുൽ ഹാരിസ് അൽ കിന്ദി. മാഹിയ അൽഖാബു ഇംറുൽ ഖൈസ്. ഇംറുൽ ഖൈസിൻ്റെ സ്ഥാനപ്പേരുകൾ ഏതൊക്കെയാണ്? അൽ മലിക്കുൽ ദലീൽ വ ദുൽ ഖുറൂഹ്. വദുൽ ഖുറൂഹ് അല്ല, ദുൽ ഖുറൂഹ്. ഉദ്കുർ ബഹ്റ മുഅല്ലഖ. ഇംറുൽ ഖൈസിൻ്റെ മുഅല്ലഖയുടെ ബഹർ തവീലാണ്. മൻ യുഅറഫു ബിലഖബി ഹക്കീമുശ് ശുഅറ. ഹക്കീമുശ് ശുഅറ എന്നറിയപ്പെടുന്ന കവി ആരാണ്? ഹക്കീമുശ് ശുഅറ, തത്വജ്ഞാനിയായ കവി എന്നൊക്കെ പറയാം. അത് സുഹൈർ ബിൻ അബി സുൽമ അദ്ദേഹമാണ്. അമിൻ ഉമ്മി ഔഫാദിംനതും ലം തകല്ലമി ബിഹൗമാനതി ദുറാജി ഫൽമുതസല്ലമി. മൻ ഖാല ഹാദൽ ബൈത്ത്. ഈ ബൈത്ത് പറഞ്ഞത് ആരാണ്? സുഹൈർ ബിൻ അബി സുൽമ. മാ ഹുവൽ ഇസ്മുൽ കാമിൽ ലിന്നാബിഗ അദ്ബിയാനി. നാബിഗയുടെ പൂർണ്ണമായ പേര് എന്ത്? നാബിഗ എന്ന കവിയുടെ. സിയാദ് ബിൻ മുആവിയ ഇബ്നു ദബ്ബാബ് ഇബ്നു ജാബിർ ഇബ്നു യർബൂഅ്. മനിശ്ശാഇർ അല്ലദീ ഹജറ അശ്ശഅറ ബഅദ ഇസ്ലാമിഹി. മുസ്ലിം ആയതിൻ്റെ ശേഷം കവിത ഒഴിവാക്കിയ കവി ആരാണ്? ലബീദ് ബിൻ റബീഅ. കവിത ഒഴിവാക്കിയ കവി ലബീദ് ബിൻ റബീഅ. ഇലാ അയ്യി ഖബീലത്തിൻ യുൻതമ ലബീദ് ബിൻ റബീഅ. ലബീദ് ബിൻ റബീഅയെ ഏത് ഗോത്രത്തിലേക്കാണ് ചേർക്കപ്പെടുന്നത്? അതായത് ഏത് ഗോത്രക്കാരനാണ് അദ്ദേഹം എന്നർത്ഥം. ഏത് ഗോത്രത്തിലേക്ക് ചേർത്താണ് അദ്ദേഹത്തെ പറയപ്പെടാറുള്ളത്, വിളിക്കപ്പെടാറുള്ളത്? ഖബീലത്തു മുല്ലർ. മൻ ഖതല മലിക്കൽ ഹീറ അംർ ഇബ്നു ഹിന്ദ് ഫി ഖിസ്സത്തിൽ മഷ്ഹൂറ. ഹീറയിലെ രാജാവായിരുന്ന അംർ ഇബ്നു ഹിന്ദിനെ കൊല ചെയ്തത് ആരാണ്? അംർ ഇബ്നു കുൽസൂം എന്ന ആളാണ്. ഇവിടെ ഫിൽ ഖിസ്സത്തിൽ മഷ്ഹൂറ, പ്രസിദ്ധമായ ആ കഥയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഇപ്പോൾ കൊന്ന ആൾ നമ്മൾ പറഞ്ഞില്ലേ, അംർ ഇബ്നു കുൽസൂം, അദ്ദേഹം തൻ്റെ മാതാവുമായിട്ട് ഈ ഹൈറയിലെ രാജാവിൻ്റെ അരികിലേക്ക് പോകുന്നുണ്ട്, അംർ ഇബ്നു ഹിന്ദിൻ്റെ അരികിലേക്ക്. അങ്ങനെ പോയി അവിടെ വെച്ചിട്ട് സംസാരത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ മാതാവിനെ വളരെ തരം താഴ്ത്തിയിട്ട് ഈ രാജാവ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രതികാരമായിട്ടാണ് രാജാവിനെ ഇദ്ദേഹം കൊലപ്പെടുത്തുന്നത്. ഈ രാജാവ് വേറെ ഒരാളെ കൊന്നിട്ടുണ്ട് കേട്ടോ, അത് അടുത്തതിൽ പറയുന്നുണ്ട്. മനില്ലദീ ഇഷ്തഹറ ബിഖിസ്സത്തി ഹുബ്ബിഹി ലിബ്നത്തി അമ്മിഹി അബല ബിൻതു മാലിക്. അയാൾ പ്രസിദ്ധനായി തീർന്നത് ബിഖിസ്സത്തി ഹുബ്ബിഹി, അയാളുടെ സ്നേഹത്തിൻ്റെ കഥയിലൂടെയാണ്, പ്രേമത്തിൻ്റെ കഥ. ലിബ്നി അമ്മിഹി, തൻ്റെ പിതാവിൻ്റെ സഹോദരൻ്റെ മകളായ അബല ബിന്തു മാലിക്കുമായിട്ട് ഉള്ള പ്രേമ കഥയിലൂടെ പ്രസിദ്ധനായി തീർന്ന ആള് അൻതറത്ത് ബിൻ ഷദ്ദാദ് അദ്ദേഹമാണ്. പ്രേമ എളാപ്പയുടെ അല്ലെങ്കിൽ മൂത്താപ്പയുടെ ഒക്കെ മകളുടെ പ്രേമവുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധനായി തീർന്ന ആൾ അൻതറ. മാ ഹുവ സബബു മഖ്തലി ത്വറഫത്ത് ബിനുൽ അബ്ദ്. ത്വറഫയെ കൊല്ലപ്പെട്ടതാണ് അയാൾ കൊല്ലപ്പെട്ടതിൻ്റെ കാരണം എന്താണെന്നാണ്. നമ്മളതിൻ്റെ തൊട്ടുമുമ്പിൽ 9ാമത്തെ ആ ചോദ്യത്തിൽ പറഞ്ഞ ആളില്ലേ, ഹീറയിലെ മലിക്കായിട്ടുള്ള രാജാവായിട്ടുള്ള അംർ ഇബ്നു ഹിന്ദ്. ഈ അംർ ഇബ്നു ഹിന്ദിനെ പരിഹസിച്ചിട്ട് കവിത ചൊല്ലി ഈ ത്വറഫ, അതിൻ്റെ പേരിലാണ്. മാഹുവ സബു മഖ്തലി ത്വറഫയെ കൊലപ്പെടുത്തിയതിൻ്റെ കാരണം എന്താണ്? 11. ഖതലഹുൽ മലിക്കു അംർ ഇബ്നുൽ ഹിന്ദ്. അംർ ഇബ്നു ഹിന്ദ് എന്ന രാജാവാണ് കൊന്നത്. എപ്പോൾ? ബഅദ ഹിജാഇഹി ലഹു, അദ്ദേഹത്തെ പരിഹസിച്ചതിൻ്റെ ശേഷം. ഈ രാജാവിനെ പരിഹസിച്ച് കവിത ചൊല്ലിയിട്ടുണ്ടായിരിക്കണം. മാദാ കാന അൽ അറബ് യഖൂലു അൻ ഫഖരി അൽ ഹാരിസ് ഇബ്നു ഹിൽസ. അതെ, ഈ ഹാരിസ് ഇബ്നു ഹിൽസയുടെ ഫഖറിനെ കുറിച്ച്, അയാൾ നല്ല പൊങ്ങച്ചത്തിൻ്റെ കവിത, ഫഖറിൻ്റെ കവിത പാടുന്ന ആളാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് അറബികൾ പറയാറുണ്ട് എന്ത്? 12 നോക്കട്ടെ. ഫഖാനൽ അറബ് യഖൂൽ, അറബികൾ പറയാറുണ്ട്
അറബികൾ വേറെ ഏതെങ്കിലും ഒരാൾ വലിയ പൊങ്ങച്ചക്കാരനെ കണ്ടാൽ, പൊങ്ങച്ച പറയുന്ന ആളെ കണ്ടാൽ ചോദിക്കും, ഓ നീ ഹാരിസ് ബിനു ഹിൽസയേക്കാളും വലിയ പൊങ്ങച്ചക്കാരനാണല്ലോ എന്ന്. അങ്ങനെ ഒരു മിസാലായി പറയുന്ന വിധത്തിൽ ഉള്ള ആളാണ് ഈ ഹാരിസ് ബിൻ ഹിൽസ. അപ്പോൾ ഫക്കാൻ അൽ അറബി യഖൂൽ, അറബികൾ പറഞ്ഞത് അഫ്ഖറു മിനൽ ഹാരിസ് ബിൻ ഹിൽസ, ഹാരിസ് ബിൻ ഹിൽസയേക്കാൾ പൊങ്ങച്ചക്കാരൻ, പൊങ്ങച്ചമുള്ളവൻ എന്നൊക്കെ പറയാറുണ്ട്. മാ ഹുവ സബബു തസ്മിയത്തി ഉബൈദ് ബിനിൽ അബ്റസ് ബിഹാദൽ ഇസ്മി, അദ്ദേഹത്തിന് ഈ ഉബൈദ് എന്നാൽ ഇബ്നുൽ അബ്റസ് എന്ന അദ്ദേഹത്തിന് പേര് പറയാൻ കാരണം, ആർക്ക്? ആ ഇബ്നുൽ അബ്റസ് എന്ന് പറഞ്ഞിരുന്ന ആളുണ്ടല്ലോ, അയാൾ അങ്ങനെ പേര് പറയാൻ എന്താ കാരണം എന്ന്. കാന അബൂഹു, ഇബ്നുൽ അബ്റസ് എന്ന് പറയുന്നത് വെള്ളപ്പാണ്ടുള്ള ആളുടെ മകൻ എന്നാണ് അർത്ഥം. കാന അബൂഹു, അദ്ദേഹത്തിൻ്റെ പിതാവായിരുന്നു മുസാബൻ ബിമറലി ബറസി, ബറസ് എന്ന് പറഞ്ഞാൽ വെള്ളപ്പാണ്ട് രോഗം കൊണ്ട് വിഷമം എത്തിയ ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. അപ്പം അങ്ങനെ വെള്ളപ്പാണ്ടുള്ള ആളുടെ മകൻ എന്നർത്ഥത്തിലാണ് ഇബ്നുൽ അബ്റസ് എന്ന് പറഞ്ഞത്, പറയാറില്ല. മൻ ലുഖിബ ബി സന്നാജത്തുൽ അറബ്, അറബികളിലെ സംഗീതജ്ഞൻ എന്ന് വിളിക്കപ്പെടുന്നത് ആരെയാണ്? സ്ഥാനപ്പേരുള്ളത് അറബികളിലെ അൽ അർശൽ അക്ബർ അദ്ദേഹത്തെയാണ്. നെക്സ്റ്റ്, മാദാ യുഅറഫുൽ അസ്ർ അല്ലദീ യശ്മലു അൽ അഹ്ദ അൻ-നബവി വ അഹ്ദ അൻ-നബവി വ അഹ്ദ അൽ-ഖിലാഫത്തി റാഷിദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തെയും അതിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം വന്ന ഖിലാഫത്തുർ റാഷിദയുടെ കാലഘട്ടത്തെയും അതിനൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ആ കാലഘട്ടത്തിനെ പറയപ്പെടുന്നത് അല്ലെങ്കിൽ അറിയപ്പെടുന്നത് എന്തെന്നാണ്? അൽ അസ്റുൽ ഇസ്ലാമി, ഇസ്ലാമിക കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. മാ ഹുവൽ മുൽക്കുൽ കബീർ അല്ലദീ അസ്സസഹു നബിയുൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ഥാപിച്ച വലിയ ഒരു സാമ്രാജ്യം, അദ്ദൗലത്തുൽ ഇസ്ലാമിയ, ഇസ്ലാമിക സാമ്രാജ്യമാണ്. കൈഫ കാനത്തിൽ അറബ് ഫിൽ ജാഹിലിയ, ജാഹിലിയ കാലത്തിലെ അറബികൾ എങ്ങനെയുള്ളവരായിരുന്നു? ഉമമുൻ പദവികളായിരുന്നു. മാ ഹുവ അവ്വൽ കിതാബിൻ ദുവ്വിന ഫിൽ ലുഗത്തിൽ അറബിയ, അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഏതാണ്? 4 അൽ ഖുർആനുൽ കരീം, ഖുർആനുൽ കരീമാണ്. ലിമാദാ ദിറാസത്തുൽ ഖുർആനി ദറൂരിയതൻ ലിതാരീഖിൽ അദബി, സാഹിത്യ ചരിത്രം പഠിക്കുമ്പോൾ അനിവാര്യമാണ് ഖുർആൻ പഠനം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന്. സാഹിത്യത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ ഖുർആൻ പഠനം അനിവാര്യമാണ്, ഖുർആനിൻ്റെ പഠനം അതിന് അനിവാര്യമാണ്, ഖുർആനെ പറ്റി അറിയൽ മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ്? ലിഅന്നഹു മൽഹറുൽ ഹയാത്തിൽ അഖലിയത്തി വൽ ഹയാത്തിൽ അദബിയത്തി ഇൻദൽ അറബ്, അറബികളുടെ സാഹിത്യ ജീവിതം, ബൗദ്ധിക ജീവിതം, അതിൻ്റെയൊക്കെ ഒരു പ്രകടിതം രൂപമാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രകടനമാണ് പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആനിൽ അത് അറബികളുടെ സാഹിത്യ ജീവിതത്തെയും അവരുടെ ബൗദ്ധിക ജീവിതത്തിൻ്റെയൊക്കെ ഒരു മൽഹർ, അതിൻ്റെ ഒരു പ്രകടിത ഭാവം ഉണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ അനിവാര്യമാണെന്ന് പറഞ്ഞത്. ഏത് കാലത്തുള്ള അറബികൾ? ഫി അവാഖിരിൽ ഖർനി സാദിസി വ അവഇലിൽ ഖർനി സാബി, 6-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 7-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിലുമുള്ള അറബികളുടെ സാഹിത്യ ജീവിതം, ബൗദ്ധിക ജീവിതം. മാഹിയ ലൗത്തുല്ലത്തി, പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ഭാഷ ഏതാണ്? ലോകത്ത് ഖുറൈശികളുടെ ഭാഷയിലാണ് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്. അറബിൽ തന്നെ ഖുറൈശികൾ സംസാരിക്കുന്ന ആ രീതിയിലായിരുന്നു. മാ ഹുവ സബബു ഫി ബഖാഇൽ ലുഗത്തിൽ അറബിയത്തി വസൗനിഹ അൻ കുല്ലി മാ യുഷീനുഹ, അറബി ഭാഷ അതിന് കേടുപാടുകൾ വരുത്തുന്ന അല്ലെങ്കിൽ അതിനെ മോശമാക്കുന്ന എല്ലാത്തിനെയും തൊട്ട് അതിനൊക്കെ അതിജീവിച്ചിട്ട് അതൊന്നുമില്ലാതെ അതിനെ തൊട്ടൊക്കെ സുരക്ഷിതമായ നിലയിൽ അറബ് ഭാഷ ഇന്നും നിലനിൽക്കുന്നു. അതിങ്ങനെ കൃത്യമായി, അതായത് അത് പരിക്കുകളൊന്നും പറ്റാതെ അറബ് ഭാഷ നിലനിൽക്കുന്നതിൻ്റെ കാരണം എന്ത്? അൽ ഖുർആനുൽ കരീം, ഖുർആനുൽ കരീമാണ്. മാദാ യുഅദ്ദു ബിദ്ദറജത്തി സാനിയത്തി ഫിൽ ഫസഹത്തി വൽ ബലാഗത്തി വൽ ഈജാസ് വൽ ബയാൻ ബഅദൽ ഖുർആനുൽ കരീം, പരിശുദ്ധമായ ഖുർആൻ്റെ ശേഷം ബയാൻ, ഈജാസ്, ബലാഗ, ഫസാഹത്ത്, ഈ
സാഹിത്യത്തിൻ്റെ ഈ കാര്യങ്ങളിലെല്ലാം രണ്ടാം ദർജയിൽ, രണ്ടാം ഗ്രേഡിൽ എണ്ണപ്പെടുന്നത് എന്തിനെയാണ്? ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ സാഹിത്യത്തിൽ രണ്ടാം ഗ്രേഡിൽ ഉള്ളത് കലാമുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കലാമാണ്. മൻ ഹുവ അഫ്സഹുൽ അറബ്, അറബികളിലെ ഏറ്റവും ശുദ്ധമായ അറബ് ഭാഷ സംസാരിക്കുന്ന ആള് ആരാണ്? തെറ്റുകുറ്റങ്ങളില്ലാതെ, പിഴവുകളില്ലാത്ത വിധം എല്ലാ മനോഹാരിതയും കൂടിയിട്ടുള്ള ഭാഷ സംസാരിക്കുന്ന ആൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അല്ലദീ ലൈസ ഫീഹി ശക്കുൻ, പൂർണ്ണമായ മനസ്സമാധാനത്തോടുകൂടി ഒരു സംശയവുമില്ലാത്ത വിധം, ഒരു സംശയവുമില്ല ആ വിധം വിശ്വസിക്കാൻ പറ്റുന്ന, മനസ്സമാധാനം കൊള്ളാൻ പറ്റുന്ന ഒരു പുരാതനമായ ഗ്രന്ഥം എന്നു പറഞ്ഞു. മൻ ഖാല ഹാദ, ആരാണ് ഇത് പറഞ്ഞത്? അതായത് സംശയങ്ങളൊന്നുമില്ലാത്ത വിധം പൂർണ്ണ തുമനീനത്തോടു കൂടിയിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന, ഒരു സംശയവും അതിലില്ല, ആ വിധത്തിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഗ്രന്ഥം ഖുർആനാണ്. ഹുവൽ ഖുർആൻ, അത് ഖുർആനാണ് എന്ന് പറഞ്ഞതാരാണ്? ത്വാഹ ഹുസൈൻ. മനില്ലദീ ദവ്വന ദവാവീൻ അവ്വലൻ, ആരാണ് ഈ ഹദീസുകളെ ക്രോഡീകരിച്ച ആദ്യത്തെ ആൾ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. കൈഫ കാന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യഫ്തതിഹു കുതുബഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കിതാബത്തുകൾ, എഴുത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടങ്ങിയിരുന്നത് എങ്ങനെയാണ്? ബിൽ ബസ്മലത്തി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അങ്ങനെ ബിസ്മി. പിന്നെ പറയും യഖൂലു മിൻ മുഹമ്മദിർ റസൂലില്ലാഹി, അള്ളാഹുവിൻ്റെ റസൂലായ മുഹമ്മദ് നബിയിൽ നിന്നും ഇലാ ഫുലാൻ, ഇന്നാൽ ഇന്ന ആളിലേക്ക് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുക. മാഹിയ അഹമു മൈസത്തിൽ ഖത്താബത്തി ഫി ഹാദിൽ അസ്ർ, ആ കാലഘട്ടത്തിലെ പ്രഭാഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തായിരുന്നു? അഹമ്മു മുമയ്യിസാത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ. അദുബത്തു അൽഫാലിഹ, പദങ്ങളുടെ മാധുര്യം. വ മതാനത്തു ഉസ്ലൂബിഹ, ശൈലികളുടെ ദൃഢത. വഖുവത്തു തഅ്സീരിഹ, സ്വാധീനത്തിൻ്റെ കരുത്ത്. വഖദിബാസുഹ മിനൽ ഖുർആനിൽ കരീം, പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് കടമെടുത്തിട്ടുണ്ടായിരിക്കും. അതായത് വാക്കുകളും വരികളും ഒക്കെ പരിശുദ്ധ ഖുർആനിൽ നിന്ന് എടുത്തിട്ടുള്ളതും ആയിരിക്കും പ്രഭാഷണങ്ങൾ. മൻ ഹും അഷ്ഹറു ഖുതബായ ഹാദിൽ അസ്ർ, ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ഖത്തീബ്, പ്രഭാഷകൻ ആരാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ഖുലഫാഉർ റാഷിദൂൻ. മൻഹും എന്നാണ് ചോദിച്ചിട്ട്, ആരൊക്കെയാണെന്നാണ്, ഒരാളല്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഖുലഫാഉർ റാഷിദീങ്ങളും. ഹുവ അമീറുൽ മുഅ്മിനീൻ, അദ്ദേഹം അമീറുൽ മുഅ്മിനാൻ, ഇബ്നു അമ്മി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എളാപ്പയുടെ മകനുമാണ്. വസൗജു ബിൻതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളുടെ ഭർത്താവാണ്. വറാബിഉൽ ഖുലഫാഇർ റാഷിദ്, നാലാമത്തെ ഖലീഫയും ആണ്. മൻ, ആരാണത്? അലി ഇബ്നു അബുൽ ഹസൻ, അലി ബിൻ അബി താലിബ്. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു. അബുൽ ഹസൻ എന്ന് പറഞ്ഞാൽ ഹസൻ്റെ പിതാവ്, ഹസൻ റളിയല്ലാഹുവിൻ്റെ പിതാവാണല്ലോ, അതുകൊണ്ട്. മത്താ ഉലിദ അലി ബിൻ അബി താലിബ്, അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു തആല പ്രസവിക്കപ്പെട്ടത് എപ്പോഴാണ്? ഉലിദ ബഅദ മൗലിദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബി 32 സന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചിട്ട് 32 വർഷങ്ങൾക്ക് ശേഷം. മനില്ലദി ആമന അവ്വലൻ മിനസ്സുബിയാൻ, കുട്ടികളിൽ നിന്ന് ആദ്യം സത്യവിശ്വാസം കൈകൊണ്ടത് ആരാണ്? അലി ബിൻ അബി താലിബ്. മനില്ലദി ജമഅ കലാമ അലി ബിൻ അബി താലിബ് ഫി കിതാബിൻ വസമ്മഹു നഹ്ജുൽ ബലാഗ, അലി റളിയല്ലാഹു തആലയുടെ സംഭാഷണങ്ങളെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് അതൊരു ഗ്രന്ഥമാക്കിയിട്ട് അതിന് നഹ്ജുൽ ബലാഗ എന്ന് പേരിട്ടത് ആരാണ്? അഷ്ശരീഫുർ റളി. മാഹിയ അഗ്റാദു ശഅരിയ്യത്തി ലത്തി തറക്കഹ ശുഅറ ബഅദൽ ഇസ്ലാം,
ഇസ്ലാമിൻ്റെ ശേഷം, ഇസ്ലാമിൻ്റെ ളുഹൂറിൻ്റെ ശേഷം കവികൾ അവരുടെ ചില കവികളുടെ ശൈലികൾ അല്ലെങ്കിൽ കവിതയുടെ ചില അവർ ഉദ്ദേശ ലക്ഷ്യങ്ങളായി കൊണ്ട് നടന്നിരുന്ന, അതാണ് അഗ്റാദു ഷിഅരിയ എന്ന് പറഞ്ഞാൽ കവിതയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളായി കൊണ്ട് നടന്നിരുന്ന കുറേ സംഗതികളുണ്ട്, കുറേ മൗലൂആത്തുകളുണ്ട്, കുറേ വിഷയങ്ങളുണ്ട്, ടോപ്പിക്കുകളുണ്ട്. അതുപേക്ഷിച്ചു ഇസ്ലാമിൻ്റെ ശേഷം, ഇസ്ലാം വന്നതിൻ്റെ ശേഷം. അതേതൊക്കെയാണ് ആ കാര്യങ്ങളെന്നും? അൽ ഖസ്ലുൽ ഫാഹിഷ്, മോശമായ അശ്ലീലമായ പ്രണയം, വസു മജാലിസിൽ ലഹ്വി വൽ ഖംരി, വിനോദങ്ങൾ, അതുപോലെ മദ്യം, ലഹരി, അതിനൊക്കെ വർണ്ണിച്ച് പറയാം ആ രീതി. അൽ ഫഖ്റു ബിൽ ബാത്തിൽ, ബാത്തിലായിട്ടുള്ള പൊങ്ങച്ചം, അതായത് ഹക്കായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ളതല്ല, അങ്ങനെയുള്ള പൊങ്ങച്ചം പറച്ചിലുകൾ, അഭിമാനം പറച്ചിലുകൾ, ഇല്ലാത്ത പൊങ്ങച്ചം പറച്ചിലുകൾ, അതൊക്കെ. അൽ മദ്ഹുൽ മുനാഫിഖ് വൽ കാദിബ്, കള്ള പ്രശംസയും കാപഠ്യം നിറഞ്ഞ പ്രശംസയും പ്രകീർത്തിച്ചു പറയാം. അത് ചിലപ്പോൾ ഒരു പക്ഷേ തനി കളവായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ കാപഠ്യം നിറഞ്ഞതായിരിക്കും. ആ തരത്തിലുള്ള മദ്ഹുകളൊക്കെ ഒഴിവാക്കുകയുണ്ടായി ഇസ്ലാമിൻ്റെ ശേഷം. മാഹിയൽ അഗ്റാദു ഷഅരിയ അൽ ജദീദ അല്ലത്തി ലഹറത്ത് ബഅദൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ശേഷം പ്രത്യക്ഷപ്പെട്ട പുതുതായി വന്ന കവിതയുടെ രീതികൾ അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, അവർ ആ കവിത കൊണ്ട് എന്തൊക്കെയാണ് അവർ ലക്ഷ്യമാക്കിയത്, അഗ്റാദുകൾ എന്തൊക്കെയാണ്? അഗ്റാദ് അദ്ദഅവതു ഇല ദീനിൽ ജദീദ്, പുതിയ മതത്തിലേക്ക്, അതായത് ഇല ദീനിൽ ഇസ്ലാമി ഇല ദീനിൽ ഖയ്യിം, ദീനുൽ ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്യുക, ശത്രുക്കളെ ഭീഷണിപ്പെടുത്തുക, അതായത് അവരെ ഭയപ്പെടുത്തി അറിയിക്കുക. അതൊക്കെ ഇസ്ലാമിന് ശേഷം വന്നുള്ള കവിതയിൽ ഉണ്ടായിരുന്ന സംഗതികളാണ് ഇതൊക്കെ. ഹസ്സുന്നാസി അല നുസ്റത്തിൻ വറഫ്ഇ റായത്തി ഹാദ ദീനിൽ ഹനീഫ്, ഈ ഋജുവായ നേരെയായ ഈ സത്യദീനിൻ്റെ ഇസ്ലാമിൻ്റെ പതാകയെ ഉയർത്താനും അതിനെ സഹായിക്കാനും ജനങ്ങളെ പ്രേരിപ്പിക്കുക. മാ ഹുവൽ ഇസ്മുൽ ലദീ യുത്ലഖു അല ശഅരി ലദീ ആസറൽ ജാഹിലിയ വൽ ഇസ്ലാം, ആസറൽ ജാഹിലിയ കാലഘട്ടത്തിലും അതുപോലെ ആസറൽ ഇസ്ലാമ, ഇസ്ലാമിക കാലഘട്ടത്തിലും ജീവിച്ചിരുന്ന കവി. ജാഹിലിയത്തിനോടും ഇസ്ലാമിനോടും കാലക്കാരനായിരുന്ന കവി, അയാൾ എന്താണ് പറയപ്പെടുക? അതായത് ഇസ്ലാം വരുന്നതിൻ്റെ മുമ്പും അയാൾ ജാഹിലിയത്തിലും അയാൾ കവിയായിട്ട് ഇരുന്നിട്ടുണ്ട്. പിന്നെ ഇസ്ലാമിൽ വന്നതിന് ശേഷം ഇസ്ലാമിൻ്റെ കവിയായിട്ടും അല്ലെങ്കിൽ ഇസ്ലാമികമായ സംഗതികൾ ബന്ധപ്പെട്ട കവിയായിട്ടും നിന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ആളെ പറയുക എന്താണെന്ന്. അതായത് ജാഹിലിയ കാലഘട്ടത്തിൽ അയാൾ കവിയായിരുന്നു, ഇസ്ലാമിൽ വന്നിട്ടും കവിയായിരുന്നു. അഷാഇറുൽ മുഖ്ലറം എന്നാണ് അയാളെ പറയാം. മഖ്ലറം, ഷാഇറുൽ മഖ്ലറം എന്നാണ് പറയാം. ഇവിടെ ഈ ഹല്ലറമ എന്ന് പറഞ്ഞാലേ അതിന് ഖലത്ത എന്നർത്ഥമുണ്ട്, അതായത് കലർന്നു എന്നാണ്. അപ്പോൾ മുഖ്ലറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കലർന്ന ആൾ എന്നാണ് അർത്ഥം. അതായത് ജാഹിലിയ കാലത്തോടും ഇയാൾ കലർന്നിട്ടുണ്ട്, ഇസ്ലാമിക കാലത്തോടും, ഈ രണ്ട് കാലത്തോടും കലർന്നവൻ എന്നർത്ഥത്തിലാണ് അങ്ങനെ ആ പദം പ്രയോഗിക്കുന്നത്. അത് മനസ്സിലാക്കി മതി. പിന്നെ മൻഹും അഷ്ഹറു ശുഅറാഇൽ മുഖ്ലറമിയ്യീന, ഇങ്ങനെ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ഇസ്ലാമിക കാലത്തും അതുപോലെ ജാഹിലിയ കാലഘട്ടത്തും കവിയായിരുന്ന ചില പ്രസിദ്ധരായ കവികളുണ്ട്. ആദ്യം അവർ ജാഹിലിയ കവികളായിരുന്നു, പിന്നെ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഇസ്ലാമിൻ്റെ കവികളാണ്. കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു, അൽ ഖൻസാ, ഹസ്സാൻ ബിൻ സാബിത്ത് വൽ ഹുതൈഅ റളിയല്ലാഹു അൻഹു, അവരൊക്കെയാണ് അങ്ങനെയുള്ള ഇസ്ലാമിക കാലഘട്ടത്തിലും അതിൻ്റെ മുമ്പുള്ള കാലഘട്ടത്തിനോടും ചേർന്നിരുന്ന കവികൾ. മൻ ഹുവ കഅബ് ബിൻ സുഹൈർ, കഅബ് ബിൻ സുഹൈർ ആരാണ്? ഹുവ സഹാബിയുൻ ജലീൽ, വളരെ പ്രധാനപ്പെട്ട ഉന്നതനായ സഹാബിയാണ്. വ അഹദു അബ്റസി ശുഅറാഇൽ മുഖ്ലറമിയ്യീന അൽ മുഖ്ലറമിയ്യീന, ഇസ്ലാമിക കാലത്തും ജാഹിലിയ കാലത്തും ഉണ്ടായിരുന്ന കവികളിലെ പ്രധാനികളിലെ ഒരാളാണ് അദ്ദേഹം. പിന്നെ ബിമസ്തഹറ, കഅബ് ബിൻ സുഹൈർ പ്രസിദ്ധനായത് എന്തുമൂലം? ബിമസ്തഹറ, കഅബ് ബിൻ സുഹൈർ പ്രസിദ്ധനായി തീർന്ന എന്തുമൂലമാണ്? ഇഷ്തഹറ ബിലാമിയത്തിഹി അൽ മുമയ്യിസ
മുമയ്യസ ബാനത്ത് സ്വാദ് ബാനത്ത് സ്വാദു ഫഖൽബിൽ യൗമ മത്ബൂലു മുതയ്യമുൻ ഇസ്റഹാ ലം യുഫ്ദ മഖബൂലു എന്ന് തുടങ്ങുന്ന പദ്യമാണ്. അതിലൂടെയാണ് അദ്ദേഹം പ്രസിദ്ധനായി തീർന്നത്. മൻ ഹുവ ശാഇറുൽ ലദീ അഫ അൻഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽബസു ബുർദതഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാപ്പ് നൽകുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ബുർദ പുതപ്പ് ധരിപ്പിക്കുകയും ചെയ്ത, പുതച്ചു കൊടുക്കുകയും ചെയ്ത, അങ്ങനെ ആദരിക്കുകയും ചെയ്ത കവി ആരാണ്? കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു. മാ ഹുവൽ ഇസ്മുൽ ഹഖീഖിയുൽ ഖൻസ. ഖൻസായിൻ്റെ യഥാർത്ഥ പേരെന്താണ്? തമാലുർ ബിൻത് അംർ ബിൻ അൽ ഹാരിസ് ഇബ്നു റഷീദ്. പിന്നെ മൻ ഹുവ ശാഇറുൽ മുഖ്ലറം അല്ലദീ ആശ 60 ആമ ഫിൽ ജാഹിലിയ വമിസ്ലഹ ഫിൽ ഇസ്ലാം. ഇസ്ലാം ജാഹിലിയത്തിൽ 60 കൊല്ലം, അതുപോലെ തന്നെ ഇസ്ലാമിലും ജീവിച്ച, അതായത് 60 കൊല്ലം ഇസ്ലാമിലും ജീവിച്ച കവി ആരാണ്? ഇതിലില്ലേ? അങ്ങനെ ഇല്ലല്ലേ? 9 മത്താകാലത്തിൽ ഖൻസാവ് പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ ശറഫനി ബിസ്തിഷ്ഹാദിഹിം. അവരുടെ രക്തസാക്ഷിത്വം കൊണ്ട് അള്ളാഹു എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു എന്ന് ഖൻസാ പറഞ്ഞു. എപ്പോഴാണ് അവർ ആ കവയത്രി ഈ ശ്രേഷ്ഠമായ വാക്ക് ആത്മബലത്തോടെ അവർ ഈ വാക്ക് പറഞ്ഞത് എപ്പോഴാണ്? ഇൻദമാ ഉസ്തുഷ്ഹിദ ഔലാദുഹ. അവരുടെ ആൺമക്കൾ രക്തസാക്ഷികളായ സന്ദർഭത്തിലാണ് അങ്ങനെ പറഞ്ഞത്. മൻ ഹുവ ഹസ്സാൻ ബിൻ സാബിത്ത്. ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ആരാണ്? ഹുവ ഷാഇർ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് പിന്നെ പറയാം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.